ഹായ് മക്കളെ, ക്രിസ്മസ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇവരെ ചോദിക്കും, അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട ഇവരുടെ ഏട്ടന്മാരെയോ അനിയന്മാരോ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ക്രിസ്മസ് എക്സാമിന് ചോദ്യ പേപ്പർ ഇടുന്ന ആൾക്കാരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. അപ്പൊ നമ്മളിന്ന് കുറച്ച് അങ്ങനത്തെ ഏട്ടന്മാരെ അനിയന്മാരെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ എന്ന്, സമ്പർക്ക ബലാണോ സമ്പർക്കരഹിത ബലാണോ എന്ന്. അതിന് ആദ്യം അതെന്താണെന്ന് അറിയണ്ടേ. രണ്ടാൾക്കാർ തമ്മിൽ ടച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കോണ്ടാക്ട് ഫോഴ്സാ, സമ്പർക്ക ബലം. എന്നാൽ രണ്ടാൾക്കാർ തമ്മിൽ ടച്ച് ഇല്ല, അപ്പൊ അത് എന്ത് ഫോഴ്സ് ആടാ? നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ബലം. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരാം, ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം ഏത് ഫോഴ്സ് ആണെന്ന്. അതിന് ഫ്രിക്ഷൻ എന്താണെന്ന് അറിയണ്ടേ. എന്താ ഫ്രിക്ഷൻ? രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മേലെ കൂടെ ചലിക്കുമ്പോഴോ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴോ ഈ രണ്ടാൾക്കാർക്കും ഇടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. ഉദാഹരണത്തിന്, ഒരാൾ ഭൂമിയിലൂടെ നടക്കുന്നു, ഫ്രിക്ഷൻ ഉണ്ട്, ഘർഷണം ഉണ്ട്. ഒരു പന്ത് നിങ്ങൾ ഉരുട്ടി വിടുന്നു, ഫ്രിക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഘർഷണ ബലമുള്ള സന്ദർഭങ്ങളാണ്. അപ്പൊ ചോദ്യം എന്താടാ? ഫ്രിക്ഷൻ കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണെന്ന്. പന്ത് പിന്നെ സാധാരണ എയറിലൂടെ നടക്കല്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ എയറിലൂടെ നടക്കല്, പന്ത് തട്ടിയ എയർ കൂടെ പോകും. അതല്ല, സാധാരണ ഉരുട്ടി വിട്ട പന്താണെങ്കിൽ എന്തുണ്ടാവും? അവിടെ ഇങ്ങനെ ഘർഷണം ഉണ്ടായിരിക്കും. ഈ വായുവിലാണെങ്കിലും വായും ആ ബോളും തമ്മിൽ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ രണ്ടാൾക്കാർ തമ്മിൽ എന്തുണ്ടാ? ടച്ച് ഉണ്ട്. സോ ഘർഷണ ബലം എന്ത് എക്സാമ്പിൾ ആടാ? ഒരു കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്, സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. എന്നാൽ പൊന്നാര മക്കളെ, ഒരു ടച്ചും ഇല്ലാത്ത മൂന്നാല് മഹാന്മാരുണ്ട്. ഈ പഹയന്മാരെ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട്. അത് ഇപ്പൊ തന്നെ പഠിച്ചോ. അതിൽ ഒന്നാമത്തെ പഹയാണ് സുഹൃത്തുക്കളെ ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം. തെങ്ങിന്ന് തേങ്ങ വീഴുക, വീഴുന്ന സമയത്ത് തെങ്ങിന്റെ മേലെന്ന് ഒരു കോണി പിടിച്ചിട്ട് താഴോട്ട് ഇറങ്ങുക അല്ല, കോണ്ടാക്ട് ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷൻ ഒരു ടച്ച് ഇല്ലാത്ത ബലമാണ് സാറേ, കോണ്ടാക്ട്ലെസ് ഫോഴ്സ് ആണ് സാറേ, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് സാറേ, സമ്പർക്കരഹിത ബലമാണ്. അടുത്ത ചോദ്യം എന്താ ചോദിക്കുക? ഈ സംഭവത്തിന് എന്താ പറയാന്ന്? ഇത് ഏത് ബലാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങളൊരു ചീർപ്പെടുത്ത്, ചീർപ്പ് തലയിൽ ഇങ്ങനെ റബ്ബ് ചെയ്തു, നന്നായിട്ട് ഉരസി, എന്നിട്ട് കുറച്ച് ചെറിയ ചെറിയ പേപ്പറിന്റെ കഷ്ണങ്ങൾ കുഞ്ഞു കുഞ്ഞു തരികളുടെ അടുത്തേക്ക് ഈ മറ്റേ കോമ്പില്ലേ, കോമ്പ് കാരണം മുടിന്ന് ഈ ചീർപ്പില്ലേ, ഈ ചീർപ്പ് അതിന്റെ തൊട്ടടുത്ത് വെക്കുകയാണെങ്കിൽ, ടച്ച് ചെയ്യണ്ടേ, തൊട്ടടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിന്റെ കഷ്ണം അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. സോ ഇത് എന്ത് ഫോഴ്സാടാ? അടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ, തൊട്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എന്ത് ഫോഴ്സാ? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്കരഹിത ബലമാണ്. ഈ പേരിന് എന്താണ് പറയുക? ഈ പേരിന് എന്താ പറയുന്നത്? ഈ ഫോഴ്സിന് എന്താണ് പറയാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, സ്ഥിത വൈദ്യുത ബലം. ഓക്കെ അല്ലേ? സുതലായിട്ട് ദിവസം നോക്കടാ, കാന്തം ആകർഷിക്കുന്നത് ഏത് തരം ഫോഴ്സ് ആണെന്ന്. മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലം കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണോ എന്ന്. ഈ കാന്തത്തിൽ നിന്ന് അങ്ങോട്ട് ഒരു ആണിനെ ആകർഷിക്കുമ്പോൾ കാന്തം സ്പൈഡർമാന്റെ മാതിരി ഓക്കെ ഒരു വല ഇട്ട് പിടിക്കുന്നുണ്ടോ? ഇല്ല, ഒരു വലിയും വരുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ആരും കോണ്ടാക്ട് ഇല്ല. സോ കാന്തിക ബലം, മാഗ്നറ്റിക് ഫോഴ്സ് എന്തിന് എക്സാമ്പിളാ? നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ബലം. സെറ്റ് അല്ലേ? പൊളിയല്ലേ? ഇനി നമ്മൾ അടുത്തൊരു ടൈപ്പ് പരിചയപ്പെടാൻ പോകണേ. അടുത്ത ടൈപ്പ്, ഇത് കണ്ണാടിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം എങ്ങനെ ഉണ്ടാകുക? ഒരു കണ്ണാടിന്റെ റേഡിയസ് തരും, അതിന് മലയാളത്തിൽ എന്താ പറയാ? വക്രത ആരം തരും. ഇങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കും ഫോക്കസ് ദൂരം എത്ര, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കും ഫോക്കസ് ദൂരം തരും, ഇങ്ങോട്ട് പറയും റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര, വക്രത ആരം എത്രയാണ്. പൊന്നാര മക്കളെ, ഞാൻ ഇനി പറയുന്ന ഒരു നാക്ക് മാത്രം മതി. ആ നാക്ക് ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതാണ് സാധാരണ രീതിയിൽ ഒരു കണ്ണാടി വരിക. ഒരു കണ്ണാടിക്ക് ഇതിന് പോൾ എന്ന് പറയും, മധ്യബിന്ദുവിന് പോൾ എന്ന് പറയും, ഇതിന് ആ സെന്ററിന് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രത കേന്ദ്രം എന്ന് പറയും, ഇതിന് നമ്മൾ ഫോക്കസ് എന്ന് പറയും. ഇനി പൊന്നാര മക്കൾ കേട്ടോ, ഈ സെന്റർ വരെയുള്ള ദൂരത്തിനാണ് വക്രത ആരം അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. ഓക്കെ അല്ലേ? സെന്റർ വരെയുള്ള ദൂരമാണ് റേഡിയസ്. ഒരു വൃത്തത്തിന്റെ സെന്റർ വരെയുള്ള ദൂരമല്ലേ റേഡിയസ്, വക്രതാരം. അതിന്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം. ഇത് പഠിച്ചില്ലെങ്കിൽ പോയി. ഓർക്കണേ സുതലങ്ങൾ നോക്കടാ, ഇത് 30 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 15 സെന്റിമീറ്റർ, ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 സെന്റിമീറ്റർ, ഇത് 100 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 50 സെന്റിമീറ്റർ. അപ്പൊ മനസ്സിലാക്കണേ, ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ വക്രതാരത്തിന്റെ പകുതി ആയിരിക്കും, റേഡിയസിന്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത്. ഫോക്കസ് വരെയുള്ള ദൂരമല്ലേ ഫോക്കൽ ലെങ്ത്. ഇനി ചോദ്യത്തിലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ അടാ? ഒരു കണ്ണാടിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെന്റിമീറ്റർ. അയ്യോ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം 12 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഫോക്കസ് ദൂരം എത്രയാണ്? ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ്? റേഡിയസിന്റെ പകുതി അല്ലേ ഫോക്കസ് ദൂരം. അപ്പൊ 12ന്റെ പകുതി എത്ര? 6. എന്ത് എളുപ്പ? 6 സെന്റിമീറ്റർ. വല്ല പ്രശ്നമുണ്ടോ? ഇനി ചിലപ്പോൾ എക്സാമിന് തിരിച്ചു വയ്ക്കും. തിരിച്ചു വയ്ക്കുന്ന ചോദ്യം വരട്ടെ. വന്ന് ഒരു കാറിന്റെ റിയർ വ്യൂ ദർപ്പണമായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടി അതേതാ? കോൺവെക്സ് മിറർ. അവിടെ വേണ്ട ആവശ്യമില്ല. ഒരു കാറിന്റെ റിയർ വ്യൂ മിറർ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണോ തന്നതല്ല, ഫോക്കസ് ദൂരം 6 സെന്റിമീറ്റർ. ഫോക്കസ് ദൂരം 6 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര, വക്രത ആരം എത്ര? എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ കണ്ണാടി ആലോചിക്കുക. അയ്യോ, ഫോക്കസ് ദൂരം 6 ആണ്. ഫോക്കസ് ദൂരം 6 ആണെങ്കിൽ റേഡിയസിന്റെ പ്രത്യേകത എന്താ? 6ന്റെ ഫോക്കസ് ദൂരത്തിന്റെ ഡബിൾ ആണ് വക്രതാരം. സോ നമുക്ക് മനസ്സിലാക്കി 6ന്റെ ഇരട്ടി എത്രയാടാ? 12 സെന്റിമീറ്റർ. ഈ കണ്ണാടിയുടെ വക്രതാരം അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെന്റിമീറ്റർ ആയിരിക്കും. എളുപ്പല്ലേ?
അല്ലേ? ഇവിടുന്ന് ചോദിക്കുന്ന മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം അതിനും കൂടി പരിചയപ്പെട്ട സെറ്റാ. മൂന്നാമത്തെ ദിവസം എന്താ നിങ്ങൾക്ക് ചില ആൾക്കാരുടെ യൂണിറ്റ് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും സാറേ കട്ടിയാണ്, നിസാരം. ഒന്നിനെ നോക്കിന്നോ. ആദ്യം മനസ്സിലാക്കേണ്ട എന്താ, ഇതാണ് ക്ലീശ ക്വസ്റ്റ്യൻ, ഇതാണ് എക്സാമിന് ചോദ്യ പേപ്പർ ഇടുന്ന ആൾക്കാരുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. ഈ പ്രശ്നം ചോദിക്കുന്ന അറിയില്ല, എന്തായാലും കുറച്ച് യൂണിറ്റുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കലാണ്. ഞാൻ ഇവിടെ എഴുതിയില്ല, എന്നാലും മേലെ നോക്കുക. പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കലാണ്. അങ്ങനെയാണെങ്കിൽ വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? ചില ആൾക്കാർ വ്യാപക മർദ്ദം എന്നാണ് കാണുമ്പോഴത്തേന് മർദ്ദം ഉണ്ടല്ലോ പാസ്കലാണല്ലോ എന്നാണ് എഴുതി വെക്കും. അല്ല, വ്യാപക മർദ്ദത്തിന്റെ അല്ലെങ്കിൽ ത്രസ്റ്റിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. എന്താടാ? ന്യൂട്ടൺ. വ്യാപക മർദ്ദം, ത്രസ്റ്റ് ത്രസ്റ്റ് ത്രസ്റ്റ്, ന്യൂട്ടൺ ന്യൂട്ടൺ ന്യൂട്ടൺ. ത്രസ്റ്റിന്റെ യൂണിറ്റ് എന്താടാ? ന്യൂട്ടൺ ആണ്. ഓക്കെ അല്ലേ? ത്രസ്റ്റ് വേണമെങ്കിൽ ട്രസ്റ്റ്, ന്യൂട്ടനെ ട്രസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെ ആലോചിക്കുക, എന്നാലും വേണ്ടില്ല. വ്യാപക മർദ്ദത്തിന്റെ അല്ലെങ്കിൽ ത്രസ്റ്റിന്റെ യൂണിറ്റ് എന്താടാ? ന്യൂട്ടൺ. അപ്പൊ അടുത്ത ചോദ്യം കുറച്ച് യൂണിറ്റുകൾ നമുക്ക് കണ്ട് പരിചയപ്പെട്ടാലോ? എന്നാ സെറ്റ്. ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ യൂണിറ്റുകളും അതിന് കൂടുതൽ ഞാൻ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മളെ ഓണം എക്സാമിന്റെ ചില യൂണിറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ, നിങ്ങൾ പൊന്നാര മക്കൾ പഠിക്കുമ്പോൾ ഓർക്കണം, ക്രിസ്മസ് എക്സാമിന് 4, 5, 6 3, 4, 5 മാത്രം മതി എന്ന് പോരാ. നിങ്ങൾ അതിന് കൂടുതൽ എന്തും വേണം. രണ്ടാമത്തെ പാടും ഒന്നാമത്തെ പാടും വായിച്ചതിന് ശേഷം മാത്രമേ എക്സാം എഴുതാൻ പോകാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ അതും കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിനെ നോക്കിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബലത്തിന്റെ യൂണിറ്റ് എന്താന്ന്? എടാ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഓക്കെ അല്ലേ? അപ്പൊ ബലത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഇനി രണ്ടാമത്തെ എന്താ? മാഗ്നിഫിക്കേഷൻ. നമ്മൾ 5ാമത്തെ പാഠത്തിലുള്ള ഒരു മഹാനാണ്. ആവർത്തനത്തിന്റെ യൂണിറ്റ് എന്താണ്? എടാ പൊന്നാര മക്കളെ, ആവർത്തനത്തിന് എന്തില്ലടാ? യൂണിറ്റ് ഇല്ല. ദർ ഇസ് നോ യൂണിറ്റ് ഫോർ മാഗ്നിഫിക്കേഷൻ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? എടാ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ദൂരല്ലേ? അപ്പൊ ദൂരത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പൊ അതും കഴിഞ്ഞ് മീറ്റർ. ഇനി നാലാമത്തെ എന്താ? വ്യാപക മർദ്ദം, ത്രസ്റ്റ് ത്രസ്റ്റ് ത്രസ്റ്റ്. അതിന്റെ യൂണിറ്റ് എന്താടാ? ന്യൂട്ടൺ. ആരാണ്? ന്യൂട്ടൺ. അപ്പൊ അടുത്ത ചോദ്യം, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അടുത്ത ചോദ്യം എന്താ? ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ്? ആക്സലറേഷന്റെ യൂണിറ്റ് എന്താടാ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഓർക്കണേ, സ്പീഡ് ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും അതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റിയുടെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ ആക്സലറേഷൻ ആണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താന്ന് ഞാൻ പറഞ്ഞല്ലേ? മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കലാണ് അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. എന്നാൽ വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താടാ? ന്യൂട്ടൺ ആണ്. സെറ്റ്. ഇത് മാത്രമാണ് സുഹൃത്തുക്കളെ ഈ എക്സാമിന്, നമ്മളെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ആൾക്കാർ. അപ്പൊ ഇവരെ നമ്മൾ എന്തായാലും പഠിക്കണം. ഇത് പഠിക്കാതെ എക്സാമിന് പോവരുത്. ഓക്കെ അല്ലേ? സോ ക്രിസ്മസ് എക്സാം നല്ല ഉഷാറാക്കുക, പൊളിച്ചടക്കുക, സെറ്റോസ്കി ആക്കുക, പവറോസ്കി ആക്കുക. ഓക്കെ, ബൈ.